നിലമ്പൂർ മണ്ഡലം താങ്കളെ ആലിംഗനം ചെയ്ത് സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു പുലരിയാണ്. അപ്പോഴാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. എന്നാൽ നമ്മളെ ഒരിക്കലും ഈ എം സ്വരാജിനെ താങ്കൾ കണ്ടപ്പോഴും ഉണ്ടായ സൗഹൃദ നിമിഷങ്ങളൊക്കെ തന്നെ 24 വഴി പ്രേക്ഷകർ കണ്ടതാണ്. അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് ചോദിക്കും. എന്നാൽ PV അൻവർ അപ്പോഴും എടുത്തൊരു നിലപാട് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അത്ര തൃപ്തിയായില്ല എന്ന് വേണമെങ്കിൽ കരുതാം. കാരണം തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. അതിലാളുകൾ തോക്കും വിജയിക്കും. എന്നാൽ ഒരു സൗഹൃദ അന്തരീക്ഷം നിലനിർത്താനായി ഒരു സ്ഥാനാർത്ഥി മുന്നോട്ട് വരുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു നിലപാട് PV അൻവർ സ്വീകരിച്ചത് ഞാൻ കണ്ടു. അവിടെയും താങ്കൾ ഈ സൗമ്യത സൂക്ഷിക്കാൻ ശ്രമിച്ചു. താങ്കൾ ഒന്നും സംഭവിക്കാത്ത പോലെ തിരിച്ചു മടങ്ങുകയാണ് ഉണ്ടായത്. അപ്പോൾ ഒരുപക്ഷെ ഇതൊക്കെ നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ആളുകളുടെ മനസ്സിൽ ഈ ചിത്രങ്ങളൊക്കെ പതിഞ്ഞിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. താങ്കളുടെ നിലപാട് എന്താണ് ഈ കാര്യത്തിൽ? അല്ല, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ നിലപാട്. നമ്മൾ പരമാവധി ആളുകളുമായി സൗഹൃദം പങ്കുവെക്കുക, സൗഹൃദത്തിലൂടെ മുന്നോട്ട് പോവുക. എൻ്റെ ഒരു നിലപാട് അതാണ്. ഇവിടെ ഞാനും PV അൻവറും വ്യക്തിവിരോധം കൊണ്ടല്ല മത്സരം ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനും അദ്ദേഹം തമ്മിൽ വഴക്കടിക്കേണ്ട കാര്യമില്ല. പിന്നെ അദ്ദേഹം കുറേ കാലമായിട്ട് വ്യക്തിപരമായിട്ട് പല വിമർശനങ്ങളും നടത്തിയിട്ടുണ്ട്. ഞാൻ അതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. അത് ഇന്നും ഇന്നലും പല കാര്യങ്ങളിലും എൻ്റെ ഒരു നിലപാട് അതാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശീലിച്ച, ഞാൻ പഠിച്ച ഒരു നിലപാട് അതാണ്. അതുകൊണ്ടാണ് ഞാൻ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും നല്ല സൗഹൃദം ഉണ്ടാവണം. അതാണ് ഒരു ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. പ്രത്യേകിച്ചും ഇപ്പം സ്വരാജ് പരാജയപ്പെട്ടുവെങ്കിലും, സ്വരാജ് എനിക്കെതിരെ മത്സരിച്ചുവെങ്കിലും, സ്വരാജും ഞാനും നല്ല സൗഹൃദമാണ്. വളരെ കാലത്തെ വലിയ സൗഹൃദമുണ്ട്. ഞങ്ങൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട്, പല പൊതുകാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട്, ചില മതേതര കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനെ പല വിഷയങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യാറൊക്കെയുണ്ട്, യാത്രകളിലും അല്ലാതെയും ടെലിഫോണിലും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ആ സൗഹൃദം അതൊരു ജനാധിപത്യത്തിൻ്റെ ഭംഗിയാണ് എന്ന് ശ്രീകണ്ഠൻ നായർ പറഞ്ഞതുപോലെ തന്നെ എനിക്കും അങ്ങനെ തോന്നിയിട്ടുള്ളത്. ഞാനും എൻ്റെ ഒരു നിലപാടും അത് തന്നെയാണ്.